ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സംപൂജ്യ സദസ്സിന് എന്റെ വിനീതമായ കൂപ്പുകൈ. ദൈവത്തെ തേടിയുള്ള മനുഷ്യന്റെ പ്രയാണത്തിന് അവന്റെ ചരിത്രത്തോളം പഴക്കമുണ്ട്. ഇന്നത്തെ മനുഷ്യന്റെ മുൻപിൽ ഉത്തരം കിട്ടാത്ത അനേകം ചോദ്യങ്ങളുണ്ട്. നഗരത്തിന്റെ തിരക്കുള്ള നാൾക്കവരയിൽ വഴിയറിയാതെ ദിക്കറിയാതെ നിൽക്കുന്ന പതികനല്ലേ ആധുനിക മനുഷ്യൻ. മദ്യവും മയക്കുമരുന്നും സുഖമകരമെന്ന് അവൻ വെറുതെ വ്യാമോഹിക്കുന്നു. ആഡംബരവും ജീവിത സൗകര്യങ്ങളും ശാന്തി പ്രദാനം ചെയ്യുമെന്ന് അവൻ സ്വപ്നം കാണുന്നു. പക്ഷേ കണ്ണു തുറന്നു നോക്കുമ്പോൾ പച്ചയായ യാഥാർത്ഥ്യങ്ങൾ അവനെ ദ്രംഷ്ടകൾ കാട്ടി ഭയപ്പെടുത്തുന്നു. അപ്പോഴതാ മന്ത്രമധുരമായ ഒരു വാക്യം ഈശോ മിശിഹായിലുള്ള ജീവിതം നിത്യജീവനിലേക്ക് നയിക്കുന്നു. ഇത് ഒരു മനോഹരമായ വാക്യം മാത്രമല്ല, സുവിശേഷത്തിന്റെ ഹൃദയം തന്നെയാണ്. യേശു ക്രിസ്തു ദൈവപുത്രനാണ്. അവൻ ഈ ലോകത്തിൽ വന്നത് നമ്മെ രക്ഷിക്കാനും സ്വർഗത്തിന്റെ വഴി കാട്ടാനുമാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 6-ാം വാക്യത്തിൽ ഇതുപോലെ പറയുന്നു: ഞാനാണ് വഴിയും സത്യവും ജീവനും, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുകയില്ല. ഈ വചനത്തിലൂടെ യേശു നമ്മെ പഠിപ്പിക്കുന്നത് യേശുവിനെ പിന്തുടർന്നാൽ നിത്യജീവനിലെത്താം എന്നാണ്. ദൈവത്തിന്റെ ദാനമാണ് നിത്യജീവൻ. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് നിത്യജീവൻ. അവർക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധിയായി ഉണ്ടാകുവാനുമാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നാണ് യേശു ക്രിസ്തു അരുൾ ചെയ്തത്. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മളിൽ വസിക്കുന്നു എന്നതാണ് നിത്യജീവൻ കൊണ്ട് നാം അർത്ഥമാക്കേണ്ടത്. നിത്യജീവനും സ്വാഭാവിക ജീവനും ഒന്നല്ല. ജനനത്തിലൂടെ ലഭിക്കുന്ന സ്വാഭാവിക ജീവൻ മരണത്തിന് അധീനമാണ്. നിത്യജീവനെ സാക്ഷ്യപ്പെടുത്തുന്ന അനേകം സൂചനകളും പ്രതീക്ഷകളും പഴയ നിയമത്തിൽ ഉണ്ടെങ്കിൽ തന്നെയും നിത്യജീവൻ ഒരു പുതിയ നിയമ വെളിപാടാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിലും ലേഖനത്തിലുമാണ് നിത്യജീവനെ കുറിച്ചുള്ള അനേകം പരാമർശങ്ങൾ ഉള്ളത്. പുനരുത്ഥാന ബന്ധത്തിലാണ് നിത്യജീവനെ പഴയ നിയമത്തിൽ പരാമർശിച്ചിട്ടുള്ളത്. നിത്യജീവനെ കുറിച്ചുള്ള നിർവചനം എഴുതപ്പെട്ടിരിക്കുന്നത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 3-ാം വാക്യത്തിൽ കാണാം. ഏക സത്യ ദൈവമായ അവിടുത്തെയും അങ്ങയച്ച ഈശോ മിശിഹായെയും അറിയുക എന്നതാണ് നിത്യജീവൻ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ, ക്രിസ്തുവിനോടൊത്ത് വസിക്കുമ്പോൾ, ക്രിസ്തുവിന്റെ ഹിതമനുസരിച്ച് ജീവിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാൽ നമുക്ക് നിത്യജീവൻ ലഭിക്കുന്നു. നിത്യജീവൻ പ്രദാനം ചെയ്യുന്നതിന് ദൈവിക ത്രിത്വത്തിന് പങ്കുണ്ട്. ജനിപ്പിക്കുന്നത് പിതാവായ ദൈവമാണ്. വിശ്വാസിക്ക് ലഭിക്കുന്ന നിത്യജീവൻ ക്രിസ്തുവിന്റെ ജീവനാണ്. വീണ്ടും ജനിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. നിത്യജീവൻ പ്രാപിക്കുന്നതിലൂടെ വിശ്വാസിയും ദൈവവും പിതൃപുത്ര ബന്ധത്തിൽ ആകുന്നു. യേശു നമ്മെ പഠിപ്പിച്ചത് ദൈവത്തെ സ്നേഹിക്കാനും സഹജീവികളെ സ്നേഹിക്കാനുമാണ്. തന്റെ സ്വന്തം ജീവിതം തന്നെയാണ് അവിടുന്നായി നമുക്ക് ബലി നൽകിയത്. രോഗികളെ സുഖപ്പെടുത്തിയും ദരിദ്രരെ സഹായിച്ചും പാപികളോട് ക്ഷമിച്ചുമാണ് തന്റെ സ്വന്തം ജീവിതം അവിടുന്നായി നമുക്ക് ബലി നൽകിയത്. യേശുവിനോടൊപ്പം ജീവിക്കുക എന്നർത്ഥമാക്കുന്നത് നിത്യേന പ്രാർത്ഥിക്കുക, മാതാപിതാക്കളെയും അധ്യാപകരെയും അനുസരിക്കുക, സത്യസന്ധരായിരിക്കുക, പാപം ഒഴിവാക്കുക എന്നിവയാണ്. എന്നിവ പാലിച്ചാൽ നാം ക്രിസ്തുവിന്റെ പ്രകാശത്തിൽ ജീവിക്കുകയും അതുവഴി നമുക്ക് നിത്യജീവൻ ലഭിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് ധീരമായ ഒരു തീരുമാനമെടുക്കാം. നമ്മുടെ നിശ്ചയങ്ങളെ ദൈവകൃപ കൊണ്ട് നവീകരിക്കാം. നിത്യജീവന്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ വന്ന് ചേരുവാൻ വേണ്ടി നമുക്കെല്ലാവർക്കും ക്രിസ്തു കാണിച്ചു തന്ന പാതയിൽ ജീവിക്കാം. കനത്ത ഇരുട്ടും ഇടുങ്ങിയ വഴിയും പേടിപ്പെടുത്തുന്ന നിശബ്ദതയും ഉത്കണ്ഠയുടെ നിഴൽ വരുത്തുമ്പോൾ നല്ല ഇടയനായ ഈശോയുടെ സന്നിധിയിലേക്ക് നമുക്കെല്ലാവർക്കും കടന്നു ചെല്ലാം. ആ സ്നേഹത്തിന്റെ ശീതള ഛായയിൽ നമുക്കെല്ലാവർക്കും അഭയം കണ്ടെത്താം. ഈശോയെ അനുഗമിക്കുവാൻ എല്ലാവരെയും ആഹ്വാനം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. ജയ് ക്രൈസ്റ്റ്.